ഞങ്ങൾ രണ്ടുപേരും ദേ ഇരിക്കുന്നത് അമ്പലത്തിലാണേ. ഇവിടെ കുബപ്പരനോടനുബന്ധിച്ച് ഉത്സവം നടന്നുകൊണ്ടിരിക്കുവാണ്. ഇത് നമ്മുടെ വൈക്കത്തിനടുത്ത് ഉള്ളലയിലുള്ള പുതിയകാവ് ദേവീക്ഷേത്രമാണേ. ദേ കണ്ടോ, ഓട്ടംതുള്ളലാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട അവിടെ ഇരുന്നപ്പോഴാണ് കേട്ടോ അഖിലയുടെ വരവ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് അത്താഴോട്ട് നടക്കുന്നിടത്താണേ. ഇവിടെ നിന്ന് ഉണ്ടായിരുന്നത് കഞ്ഞിയും പുഴുക്കും അച്ചാറുമാണ്. അല്ലെങ്കിലും അമ്പലത്തിലെ ഫുഡ് എന്തായാലും അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. ദേ ഇവിടെ അടുത്തതായി മുടിയേറ്റ് നടക്കാൻ പോവുകയാണെ. അതിനുള്ള ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മുടിയേറ്റിന്റെ ഐതിഹ്യ ആചാരങ്ങളെയും പറ്റി അറിയാവോ? മിക്കവർക്കും അറിയായിരിക്കും. അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണിത്. മുടിയേറ്റിൽ പ്രധാനമായി ഉള്ളത് 7 കഥാപാത്രങ്ങളാണ്. ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവേന്ദ്രൻ, കൂളി, കോയിമ്പിടാൻ എന്നിവരാണ് കഥാപാത്രങ്ങൾ. ദാരികനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു അസുരനാണ് ദാനവേന്ദ്രൻ. കഥ പറയുന്ന ഒരു കഥാപാത്രമാണ് കോയിമ്പിടാൻ നായർ. അസുരന്മാർക്കെതിരായ പോരാട്ടത്തിൽ ഭദ്രകാളി ദേവിയെ സഹായിക്കുന്ന ഒരു ഹാസ്യ കഥാപാത്രമായിട്ടാണ് കൂളി വരുന്നത്. വരിക്കപ്ലാവിന്റെ തടിയിൽ ഭദ്രകാളി രൂപം കൊത്തിയുണ്ടാക്കി അതിൽ താന്ത്രിക വിധിപ്രകാരം ജീവകലശ ആടി ആ മുടിയാണ് ശിരസിലേറ്റുന്നത്. കുറുപ്പ്, മാറാർ എന്നീ സമുദായത്തിൽപ്പെട്ടവരാണ് മുടിയേറ്റ് കലാകാരന്മാർ. അസുരന്മാരായ ദാരികനെയും ദാനവേന്ദ്രനെയും കൊണ്ട് ദേവന്മാർക്കും മനുഷ്യന്മാർക്കുമുള്ള ബുദ്ധിമുട്ടുകൾ നാരദൻ ശിവനെ അറിയിക്കുന്നതോടെ മുടിയേറ്റ് ആരംഭിക്കുന്നു. ദുഷ്ടനായ ദാരികൻ കാളിയെ പോരിന് വിളിക്കുകയും പരമശിവന്റെ അനുഗ്രഹത്തോടെ കാളി ദാരികനെ വധിച്ചുമെന്നുമാണ് ഐതിഹ്യം. കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിൽ ദാരികന്റെ തലയെറുത്ത് കാളി അരങ്ങത്ത് വരുന്നതാണ് മുടിയേറ്റിന്റെ അവസാനം. നേരെ ഒരുപാട് വൈകിയത് കൊണ്ട് അവസാനം വരെ കാണാൻ പറ്റിയില്ല. സമയം ഇപ്പൊ രാത്രി 1:30 ആയിട്ടുണ്ടേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.